إن الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله صلى وسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم سورة النمل 62-ാമത്തെ വചനത്തിന്റെ വ്യാഖ്യാനം നോക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല മുൻ ആയത്തുകളെ തന്നെ അതേ ശൈലിയിൽ തുടർന്നു വരികയാണ്. അമ്മയുജീബുൽ മുൽത്തറ നോക്കൂ നിങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ് അമ്മയുജീബ്, ആ ഉത്തരം നൽകുന്ന ഒരുവനോ അവനാണ് ഉത്തമൻ. ആർക്ക് ഉത്തരം നൽകുന്നവൻ? അൽ മുൽത്തറ, ആ ഉപദ്രവിക്കപ്പെട്ടവന് ഇദാ ദഅഅഹു, അവനോട് പ്രാർത്ഥിക്കുന്ന സന്ദർഭം. ഉപദ്രവിക്കപ്പെട്ടവൻ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്ന സന്ദർഭം അവന് ഉത്തരം നൽകുന്നവനോ ഉത്തമൻ എന്നാണ് അല്ലാഹു ചോദിക്കുന്നത്. വയക്ഷിഫു, നീക്കിക്കൊടുക്കുന്നവനാണോ അസ്സുഅ, തിന്മയെ നീക്കിക്കൊടുക്കുന്നവനാണോ ഉത്തമം എന്നാണ് അല്ലാഹു ചോദിക്കുന്നത്. വയജഅലുകുമുൽ ഖുലഫാ അൽ അർള്, ആ ഭൂമിക്ക് നിങ്ങളെ പ്രതിനിധികളാക്കിയവനാണോ പിൻഗാമികളാക്കിയവനാണോ ഉത്തമം? ഈ രൂപത്തിൽ ചോദ്യങ്ങൾ ഉന്നയിച്ചു കൊണ്ടിരിക്കുകയാണ്. ആരാണ് ഉത്തമൻ? ഈ അല്ലാഹുവാണോ ഉത്തമൻ? അതല്ല ആ നിസ്സാരന്മാരായ ഇലാഹുകളാണോ? അവർ ജന്മിച്ചുകൊണ്ടിരിക്കുന്ന അവിടുത്തെ വിഗ്രഹങ്ങളാണോ? അതുപോലെയുള്ള ജിന്നുമലക്കുകളെ പോലെ അവർ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഇലാഹുകളാണോ ഉത്തമൻ? അല്ലാഹുവിന്റെ കൂടെ വേറെ ഇലാഹുകൾ ആരെങ്കിലും ഉണ്ടോ? അല്ലാഹുവിന്റെ കൂടെ ഇലാഹുകളുണ്ടോ എന്നാണല്ലോ ചോദിക്കുന്നത്. ഒരിക്കലും ഇല്ലേ ഇല്ല എന്നാണ് അതിന് മറുപടി. എന്നിട്ടും അന്ന് ചോദിക്കുകയാണ്. അവർക്ക് ബുദ്ധിയുണ്ടാകാൻ, അവർ ചിന്തിക്കാൻ വളരെ കുറച്ചു പേർ മാത്രമേ ഓർക്കുന്നുള്ളൂ, അല്ലെങ്കിൽ അതിനെപ്പറ്റി ആലോചിച്ചു നോക്കുന്നുള്ളൂ എന്നാണ് അല്ലാഹു പറയുന്നത്. ആ ഒരു കാര്യങ്ങൾ ആലോചിച്ച് കൃത്യമായി ഉറ്റാലോചിച്ച് കാര്യങ്ങൾ ഗ്രഹിക്കുന്ന വേണ്ടിയാണ് ഈ രൂപത്തിലൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല വീണ്ടും ചോദ്യങ്ങൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആരാണ് ഉത്തമൻ? ഈ രൂപത്തിൽ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നവനാണോ, അതോ ആ നിസ്സാരന്മാരായ ഇലാഹുകളാണോ? ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തുകൾ കൂടി നമുക്ക് പകർന്നു തരുന്ന ഉത്തമ സന്ദേശങ്ങൾ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.